പവർ ക്വിസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയ വൈദ്യുതി കണക്ഷന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് ആർക്കാണ്? സെക്ഷൻ ഓഫീസിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കി KSEB രൂപപ്പെടുത്തിയ ബില്ലിംഗ് സമ്പ്രദായം ഏതാണ്? ഒരുമ. ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ടാണ്? 746 വാട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട. കേരളത്തിൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ്? വിഴിഞ്ഞം. തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകുന്ന നദി ഏതാണ്? ഭവാനി നദി. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച വ്യവസായ സ്ഥാപനം ഏതാണ്? കണ്ണൻ ദേവൻ കമ്പനി. കാറ്റിൽ നിന്നും ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. NTPC കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള താപനിലയം എവിടെയാണ്? കായംകുളം. സാധാരണ ഇലക്ട്രിക് ബൾബിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? ആർഗൺ. വൈദ്യുതി പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഓം. ഒരു ഡിസ്ചാർജ് ലാമ്പിന് മഞ്ഞ നിറം ലഭിക്കാൻ നിറയ്ക്കുന്ന വാതകം ഏതാണ്? സോഡിയം വേപ്പർ. ഒരു മെഗാവാട്ട് എന്നത് എത്ര വാട്ടാണ്? 10 ലക്ഷം വാട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? താരാപൂർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹ്രി ഡാം, ഉത്തരാഖണ്ഡ്. ബയോഡീസൽ ഏത് ചെടിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ജട്രോഫ. ഗ്യാസ് സിലിണ്ടറുകളിലെ ചോർച്ച അറിയുന്നതിനായി ചേർക്കുന്ന പാചകവാതകത്തിൻ്റെ പ്രത്യേക ഗന്ധത്തിന് കാരണമായ വാതകം? ഈഥെയിൽ മെർക്യാപ്റ്റൺ. പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്ന ഇന്ധനം ഏതാണ്? മണ്ണെണ്ണ. യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഡൈനാമോ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്. താപം ഊർജത്തിൻ്റെ ഒരു രൂപമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജൂൾ. വയറിങ്ങിൽ 3-പിൻ പ്ലഗിൽ വലിയ പിൻ എന്തിനു വേണ്ടിയുള്ളതാണ്? ഉപകരണത്തെ എർത്തുമായി ബന്ധിപ്പിക്കാൻ. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ബോർഡ് പിരിച്ചുവിട്ട് ഈ മേഖല സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഒറീസ. ട്രാൻസ്മിഷൻ ടവറുകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗത്തുകൂടി വലിച്ചിരിക്കുന്ന ലൈൻ എന്തിനു വേണ്ടിയുള്ളതാണ്? എർത്തിനു വേണ്ടി. കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം എവിടെയാണ് സ്ഥാപിച്ചത്? കഞ്ചിക്കോട്, 1994. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എവിടെയാണ്? ബ്രഹ്മപുരം, 1997. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ സ്ഥാപിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാർ, പത്തനംതിട്ട, 1994. ഏഷ്യയിലെ ഏറ്റവും വലിയ കാറ്റാടി യന്ത്ര വൈദ്യുത ഫാം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ സത്താറ.
കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെപ്പറ്റി പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? അനേർട്ട്. എർത്ത് അവർ ആചരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആഗോളതാപനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ. ഫ്യൂസ് വയർ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ലെഡും ടിന്നും. വൈദ്യുതി രാസസെൽ ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? അലക്സാണ്ട്രോ വോൾട്ട്. ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം ഏതാണ്? ഈൽ. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. ഏറ്റവും ചെറിയ വൈദ്യുത പ്രവാഹം പോലും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.